ഞാൻ പേരോണാണ്. എനിക്ക് വണ്ടി കയ്യിൽ കിട്ടുമ്പോൾ 1,20 വണ്ടി ഓടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വണ്ടി ഓടിയത് 2,20 വണ്ടി ഓടി. ഞാൻ ഏകദേശം 1,00,000 കിലോമീറ്ററോളം ഓടി. 2021 എനിക്ക് വണ്ടി കയ്യിൽ കിട്ടുന്നത്. ഇതുവരെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ പീരിയോഡിക് സർവീസ് അല്ലാണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഒരു ചെറിയ പൈപ്പ് വന്ന് ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നിനാണ് ഞാൻ സുരേട്ടനെ വിളിച്ചിട്ട് ടി വി മോട്ടോഴ്സ് പാർട്സ് എത്തിച്ചിട്ടുണ്ട്, മലപ്പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അത് പക്ഷേ അടുത്ത കൊല്ലത്തേക്ക് ടെസ്റ്റ് ആവാം. അടുത്ത കൊല്ലത്തേക്ക് 20 വർഷമാണല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള അതല്ലേ അല്ലാതെ എനിക്ക് നോക്കുകയാണെങ്കിൽ ഇത്രയും വർഷത്തിന് വേണ്ടി ഇങ്ങനെ പെർഫോം ചെയ്ത് പോകുന്നതിനാണ്. അതിനുശേഷം ഞാനിപ്പോൾ ഡയറക്ടറെ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ വലുതായിട്ട് എനിക്ക് വലിയ പണിയും കാര്യങ്ങളൊന്നും വന്നില്ല. ഞാൻ 2.5 ലക്ഷം കിലോമീറ്റർ ആണ് ഇതിനുള്ളിൽ പെൻഷൻസ് മാറിയില്ല. വേറെ ഒരു പണി ഞാൻ സുന്ദരനെയാണ് വിളിക്കാറ്. സുന്ദരൻ പാർസൽക്കാരുടെ വിശ്വവിദ്യാലയം അറിയിക്കാണ്. ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം വന്നിട്ടില്ല. സർവീസ് ഞാൻ ഇതുവരെ വണ്ടിയുടെ കോഴ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്തു വേറെ പ്രശ്നങ്ങളില്ല. കുറച്ച് പറഞ്ഞാൽ മനസ്സിലാകുന്നത് കുറച്ച് അല്ലാതെ കൂടുതൽ അങ്ങനെ അവസ്ഥ. എന്തായാലും വാഹനങ്ങളെ പറ്റി ഒരുപാട് ചർച്ചയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കേണ്ടതായിരുന്നു. 55 പേരും അവരുടെ കുടുംബങ്ങളും ഒക്കെ സംബന്ധിക്കേണ്ടതാണ്. അതൊന്നും ഉണ്ടായില്ല. അവസാനം കുറെ പേരെ തീരുമാനിക്കുന്നു സാറല്ല. പിന്നെ വാഹനങ്ങളെ പറ്റി എന്തൊക്കെ ഞാൻ പറഞ്ഞ വിഷയം ഈ ടവേര ഒരു ഓട്ടോറിക്ഷ മേടിക്കേണ്ട കാശുണ്ടെങ്കിൽ നമുക്ക് ടവേര ഓട്ടോറിക്ഷ ഇറങ്ങി 4-3 ടവേര ഒരു കുടുംബത്തിനും പറ്റും, ഒരു കുടുംബത്തിന് ജീവിക്കാനും പറ്റും. ഓടിയാൽ ഇത്രയും ലാഭപ്പെട്ട വാഹനം വേറെ ഇല്ലാന്ന് പറയും. പക്ഷെ ഓട്ടോ പറ്റും. 15 വർഷമാണ് പോയി. അപ്പോൾ ഒരു കൃഷി ചെയ്തിരുന്നു. പിന്നെ ഇതിനൊപ്പം മെയിൻ്റനൻസ് വളരെ കുറഞ്ഞ വാഹനം. ഇതൊക്കെ തന്നെ പറയാനുള്ളത്. കൂടുതൽ ഒരുപാട് പറയാം. നമ്മുടെ ആവശ്യം. ഓക്കെ, എല്ലാവരും